ഇവിടെ നമ്മൾ അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ നമ്പേഴ്സാണ് ചെയ്യുന്നത്. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ന്യൂമറേറ്റേഴ്സ് ഉണ്ട്, മുകളിലുള്ളതാണ് ന്യൂമറേറ്റേഴ്സ്, താഴെ എഴുതുന്നതാണ് ഡിനോമിനേറ്റേഴ്സ്. അങ്ങനെയാണ് ഫ്രാക്ഷൻ നമ്പേഴ്സ് ഉണ്ടാകുന്നത്. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി വരിക. ഇപ്പോൾ ഇവിടെ 2 ആണ്, 1/2 + 3/2. അപ്പോൾ എന്താ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതിനാണെങ്കിൽ എന്തെന്ന് പറയണേ, ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വരാം. അത് നമുക്ക് എങ്ങനെ എഴുതി ചെയ്യാം? അത് എളുപ്പ വഴിയുള്ള ഒരു മാർഗ്ഗമാണ്. എന്താണോ ഡിനോമിനേറ്റർ വരുന്നത് അത് സെയിം അടിയിൽ എടുത്ത് എഴുതുക. ഡിനോമിനേറ്ററിൻ്റെ പ്ലേസിൽ ഒരെണ്ണം എടുത്ത് എഴുതുക. മുകളിൽ ആ സെയിം മുകളിലുള്ള നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്യുക. അപ്പോൾ മുകളിൽ എടുക്കുന്നത് 1ഉം പിന്നെ 3ഉം ആണ്. അപ്പോൾ 1 + 3 എന്താണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്? അത് ഒരെണ്ണം മാത്രം ഡിനോമിനേറ്റർ പ്ലേസിലിടുക. ന്യൂമറേറ്ററിൽ രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 + 3/2. അപ്പോൾ എന്താ 1 + 3 എന്ന് വെച്ചാൽ എന്താ, 4/2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലൈക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, 3/5 + 4/5. ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ നോക്കുക. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണ്. ആഡ് ചെയ്യുക എങ്ങനെയാണ്? ഡിനോമിനേറ്റർ എന്താണോ വരുന്നത് അത് ഒരെണ്ണം എടുത്ത് ഡിനോമിനേറ്ററിൻ്റെ പ്ലേസിൽ എഴുതുക. മുകളിലുള്ള ന്യൂമറേറ്റേഴ്സ് അങ്ങനെ തന്നെ ആഡ് ചെയ്യുക. ഏതൊക്കെയായിരുന്നു? 3 + 4. 3 + 4 എത്രയാണ്? 7. 7/5. ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7/8 + 1/8. അപ്പോൾ എന്താ, ഡിനോമിനേറ്റർ എന്താണ്? 8. ന്യൂമറേറ്റേഴ്സ് എന്താണ്? 7 + 1 = 8/8. നെക്സ്റ്റ് 3 എണ്ണം വന്നാലും എന്താ, ലൈക്ക് ഫ്രാക്ഷൻ ആണ്. 5/6, 2/6, 3/6. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, ലൈക്ക് ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്തെഴുതി മുകളിലുള്ള ന്യൂമറേറ്റേഴ്സ് ഓരോന്നും ആഡ് ചെയ്യുക. 5 + 2 + 3 എത്രയാണ്? 10/6. ഓക്കെ.